ഹലോ മുത്തുകളെ സത്തുകളെ കരളുകളെ കുളിരികളെ പഞ്ചാര കുഞ്ചുകളെ വീണ്ടും നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസിൽ സാർ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ സ്റ്റേജസ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യ പരിണാമത്തിലെ മുഖ്യ ഘട്ടങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റിലെ ചാപ്റ്ററിൽ നമ്മളിങ്ങനെ കുറെ പഠിക്കുന്നുണ്ട്. ആർഡിപിത്തക്കസ് റാമിഡസ്, ആസ്ട്രലോപിത്തക്കസ് അഫറൻസ്, ഹോമോ ഹബിലിസ് ഇറക്ടസ്, നിയാണ്ടർതാലൻസിസ്, സാപ്പിയൻസ് ഒക്കെ എന്തൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ കുറെ പോയിന്റ്സും അതിന്റെ ഫോസിൽസ് കണ്ടെത്തിയ സ്ഥലങ്ങളും അത് എത്ര പഠിച്ചാലും പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് പഠിക്കാനുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ട്രിക്കാട്ടോ, വളരെ സിമ്പിൾ വീഡിയോ ആണ്. വേഗം കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, അതിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർഡറിൽ പഠിച്ചു വെക്കുക. ആദ്യത്തെ ആളാണ് ആർഡിപിത്തക്കസ് റാമിഡസ്. ആർഡിപിത്തക്കസ് റാമിഡസ്, മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഇവന് ഒറ്റ പേരുള്ളൂ, ആർഡിപിത്തക്കസ് റാമിഡസ്. രണ്ടാമത്തേത് ഓസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. ഓസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. മൂന്നാമത്തേത് ഹോമോ ഹബിലിസ്. നാലാമത്തേത് ഹോമോ ഇറക്ടസ്. 5 നിയാണ്ടർതാലൻസിസ്. 6 സാപ്പിയൻസ്. ഇങ്ങനെ 6 ആളുകളാണ്. അപ്പൊ ആദ്യത്തേത് ആർഡിപിത്തക്കസ് റാമിഡസ്. ആർഡിപിത്തക്കസ് റാമിഡസ് എ ഡി എന്നാലോചിക്കുക. എ ഡി സാർ, നമ്മൾ എ ഡി സാർ. അപ്പൊ ആദ്യത്തേത് എ ഡി സാർ, ആർഡിപിത്തക്കസ് റാമിഡസ്. രണ്ടാമത്തേത് ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. അത് അങ്ങനെ തന്നെ പഠിക്കുക. ഇനി ബാക്കിയുള്ളത് കറക്റ്റ് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഹെൻസ് എന്നാലോചിക്കുക. എന്താ ആലോചിക്കേണ്ടത്? ഹെൻസ്. അതെന്താ സാർ ഹെൻസ്? കോഴികൾ. എന്താണ് കോഴികൾ? എങ്ങനെ കോഴികൾ? എടാ അതായത് മൂന്നാമത്തേത് ഹോമോ ഹബിലിസ്. അപ്പൊ നാലാമത്തേത് ഹോമോ ഇറക്ടസ്. അപ്പൊ അഞ്ചാമത്തേത് ഹോമോ നിയാണ്ടർതാലൻസിസ്. അപ്പൊ ആറാമത്തേത് ഹോമോ സാപ്പിയൻസ്. ഹെൻസ്. ആ ഒരു ഓർഡർ കറക്റ്റ് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇനി അത് പഠിച്ചു. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ പഠിക്കാൻ സിമ്പിൾ സ്കീം ഉണ്ട് കേട്ടോ. സിമ്പിൾ സ്കീം. ഇതാ സ്കീം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എടാ ബുദ്ധി വെച്ച് പറയും. ഇതിൽ ഏറ്റവും ആദ്യത്തെ ആളാരാ? ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏറ്റവും ആളാരാണ്? ആർഡിപിത്തക്കസ് റാമിഡസ്. ഇയാളാണ് ഏറ്റവും ഫസ്റ്റ് ആള്. സോ അയാളുടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ പോയിന്റ് പ്രിമിറ്റീവ് മെമ്പർ. എന്ത് മെമ്പർ? പ്രിമിറ്റീവ് മെമ്പർ. സിമ്പിൾ. കാരണം അയാളാണ് ആദ്യത്തെ ആള്. സോ ആദിമ മനുഷ്യൻ, മനുഷ്യ പരിണാമത്തിലെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിലെ ആദിമ മനുഷ്യൻ. ഓക്കെ, ആദിമ മനുഷ്യൻ. അതാണ് അയാളുടെ പോയിന്റ്. അതങ്ങനെ ഓർത്ത് വെക്കുക, പ്രിമിറ്റീവ് മെമ്പർ ഇൻ ഹ്യൂമൻ റേസ്. കാരണം അയാളാണ് ആദ്യത്തെ ആള്. സോ അയാളുടെ പോയിന്റ് അതായിരിക്കും. വലിയ പണിയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ആളാരാണ്? അത് ഹോമോ സാപ്പിയൻസ്. ഏറ്റവും ലാസ്റ്റത്തെ ആളാരാണ്? ഹോമോ സാപ്പിയൻസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹോമോ സാപ്പിയൻസിന്റെ പോയിന്റ് എന്തായിരിക്കും? മോഡേൺ മാൻ അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ. മോഡേൺ മാൻ അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ. കാരണം ഏറ്റവും ഫസ്റ്റത്തെ ആളത് ഫസ്റ്റ് മെമ്പർ, ഏറ്റവും ലാസ്റ്റത്തെ ആളത് മോഡേൺ മാൻ അല്ലെങ്കിൽ ലാസ്റ്റ് മാൻ അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ. ഓക്കെ, അത് സിമ്പിൾ ആണ്. എന്നാ ഞാൻ പറയട്ടെ, അങ്ങനെയെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ആളാരാണ്? സെക്കൻഡ് ലാസ്റ്റ് ആരാണ്? ഹോമോ നിയാണ്ടർതാലൻസിസ്. ഇയാളാണല്ലോ സെക്കൻഡ് ലാസ്റ്റ്. കാരണം ലാസ്റ്റ് ഉള്ളത് ഹോമോ സാപ്പിയൻസ്. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ഉണ്ടാവുക ഹോമോ നിയാണ്ടർതാലൻസിസ്. അപ്പൊ അയാളുടെ പോയിന്റ് എന്താണെന്ന് അറിയോ? അയാളുടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ആധുനിക മനുഷ്യനോട് സമകാലീനർ അല്ലെങ്കിൽ കണ്ടംപററി ടു മോഡേൺ മാൻ. എന്ന് വെച്ചാൽ മോഡേൺ മാനോട് ലാസ്റ്റ് മാനോട് ഏറ്റവും കൂടുതൽ കണ്ടംപററി ആയിട്ടുള്ള സിമിലാരിറ്റി കാണിക്കുന്ന, സാമ്യത കാണിക്കുന്ന ആളായിരിക്കും ആര്? ഹോമോ നിയാണ്ടർതാലൻസിസ്. ഓക്കെ, അപ്പോൾ അയാളുടെ പോയിന്റ് കണ്ടംപററി ടു മോഡേൺ മാൻ. അതായത് ആധുനിക മനുഷ്യനോട് സമകാലീനർ. ആ ഒരു വാക്ക് മാത്രം ഓർത്തു വെക്കുക. ആധുനിക മനുഷ്യനോട് സമകാലീനർ. എന്ത് കാലീനർ? സമകാലീനർ എന്ന് വെച്ചാൽ കൂടുതൽ സിമിലാരിറ്റി കാണിക്കുമെന്നർത്ഥം. ഇനി ബാക്കിയുള്ള ആളുകളുടെ പോയിന്റ് പഠിക്കാൻ സിമ്പിൾ വേറൊരു ഐഡിയ. ഓക്കെ, നമുക്കൊരു പച്ച കളറിൽ മാർക്ക് ചെയ്യാം. എടാ അടുത്ത ആളാണ് ഓസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. എന്താ പേര്? ഓസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്. ഓസ്ട്രലോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ആദ്യം വരേണ്ടത് സ്ട്രോ എന്നാണ്. എന്താണ്? സ്ട്രോ. ഓസ്ട്രലോ സ്ട്രോ. നമ്മൾ ജ്യൂസൊക്കെ കുടിക്കണ സ്ട്രോ തന്നെ, ലൈമൊക്കെ കുടിക്കണ സ്ട്രോ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ? മെലിഞ്ഞിട്ട്. സ്ട്രോ എന്താണ്? മെലിഞ്ഞിട്ടാണ്. സോ അയാളുടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ സ്ലെൻഡർ ബോഡി അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരം. സ്ലെൻഡർ ബോഡി അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരം. അപ്പോൾ ഓസ്ട്രലോ എന്ന് കേൾക്കുമ്പോൾ സ്ട്രോ എന്ന് ആലോചിക്കണം. അപ്പോൾ ഓസ്ട്രലോപിത്തക്കസിന്റെ പോയിന്റ് മെലിഞ്ഞ ശരീരം, സ്ലെൻഡർ ബോഡി. കാരണം സ്ട്രോ എന്താണ്? മെലിഞ്ഞിട്ടാണ്, നോട്ട് തടിച്ചിട്ട്. ഓക്കെ, എന്നാ ഞാൻ അടുത്തത് ഹോമോ ഹബിലിസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മൈൻഡിൽ വരേണ്ടത് ഇബിലീസ് എന്ന് വരണം. എന്താണ്? ഇബിലീസ് നല്ലവനാണോ ദുഷ്ടനാണോ? ദുഷ്ടൻ. ഓക്കെ, ഇബിലീസ് എന്താണ്? ദുഷ്ടനാണ്. സോ അവൻ എന്തുണ്ടാക്കും? വെപ്പൺസ് ഉണ്ടാക്കും. വെപ്പൺസ്, ആയുധങ്ങൾ നിർമ്മിക്കും. ഇനി ബുദ്ധി വെച്ച് ചിന്തിക്കുക. അതായത് ഇതൊക്കെ പണ്ടത്തെ മനുഷ്യന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും പണ്ടത്തെ മനുഷ്യന്മാരാകുമ്പോൾ അവർ ആയുധങ്ങൾ ഉണ്ടാക്കി എവിടെ നിന്നാ? കല്ലിൽ നിന്നും എല്ലിൽ നിന്നും ആയിരിക്കും. ഫ്രം ബോൺസ് ആൻഡ് സ്റ്റോൺസ്. അതായത് കല്ലിൽ നിന്നും എല്ലിൽ നിന്നും. കല്ല്
അതേപോലെ തന്നെ എല്ല്, നേരെ തിരിച്ചു വന്നു കേട്ടോ, എല്ല് കല്ലാണ് വരേണ്ടത്. ഓക്കെ, കല്ലിൽ നിന്നും എല്ലിൽ നിന്നൊക്കെ എന്തുണ്ടാക്കും? ആയുധങ്ങൾ അല്ലെങ്കിൽ വെപ്പൺസ് ഉണ്ടാക്കും. അപ്പോൾ ഹോമോ ഹബിലിസ്, ഹബിലിസ് എന്ന് കേൾക്കുമ്പോൾ ഇബ്ലീസ് എന്ന് ആലോചിക്കണം. ഇബ്ലീസ് ദുഷ്ടനാണ്, സോ വെപ്പൺസ് ഉണ്ടാക്കും, ആയുധങ്ങൾ ഉണ്ടാക്കും. ഇനി ബാക്കിയുള്ളത് ഇതാ ഹോമോ ഇറക്റ്റസ് ആണ്. ഹോമോ ഇറക്റ്റസ്, പേര് തന്നെ ഒരു ഇറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ്, കറക്റ്റ്. ഓക്കെ, പേര് തന്നെ ഒരു കറക്റ്റ് ഇറക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് സ്റ്റാൻഡ് ടു ഇറക്റ്റ്, സ്റ്റാൻഡ് ടു ഇറക്റ്റ്, ആദ്യമായിട്ട് ഇറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ പഠിച്ചത് ആരാണ്? നിവർന്നു നിൽക്കാൻ പഠിച്ചത് ആരാണ്? നിവർന്നു നിൽക്കാൻ പഠിച്ചത് ഹോമോ ഇറക്റ്റസ്. നിവർന്നു നിൽക്കാൻ പ്രാപ്തനായി. അതാണ് ഹോമോ ഇറക്റ്റസിന്റെ പ്രത്യേകത. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പോയിന്റ് കിട്ടിയാലോ. അപ്പോൾ ആദ്യത്തെ ആൾ ആർഡിപ്പിത്തക്കസ് റാമിഡസ്, സോ അയാളായിരിക്കും എന്ത്? പ്രിമിറ്റീവ് മെമ്പർ. ഏറ്റവും ലാസ്റ്റത്തെ ആൾ ആരാണ്? ഹോമോ സാപ്പിയൻസ്, അപ്പോൾ അയാളായിരിക്കും മോഡേൺ മാൻ. പ്രിമിറ്റീവ്. ഓക്കെ, മോഡേൺ മാൻ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആളാണ് ഒരു ഹോമോ നിയാൻഡർതാലൻസിസ്, സോ അയാൾ കണ്ടംപറേറ്റ് മോഡേൺ മാൻ. പിന്നെ ആസ്ട്രലോ എന്ന് കേൾക്കുമ്പോൾ സ്ട്രോ എന്ന് ആലോചിക്കണം. സോ സ്ട്രോ എന്താണ്? സ്ലെൻഡറാണ്, തടിച്ചിട്ടല്ല, മെലിഞ്ഞിട്ടാണ്. പിന്നെ ഹോമോ ഹബിലിസ് എന്ന് കേൾക്കുമ്പോൾ ഇബിലിസ് എന്ന് ഓർമ്മ വേണം, അയാൾ എന്തുണ്ടാക്കും? വെപ്പൺസ് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കും. ഹോമോ ഇറക്റ്റസ് എന്ന് കേൾക്കുമ്പോൾ സ്റ്റാൻഡ് ടു ഇറക്റ്റ്, കറക്റ്റായിട്ട് നിൽക്കാൻ പഠിച്ചു, നിവർന്ന് നിൽക്കാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഓർത്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഫോസിൽസ് ഓർത്ത് വെക്കാൻ സിമ്പിളാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ആദ്യത്തെ മൂന്നാളുകളില്ലേ, ഈ ആദ്യത്തെ മൂന്നാളുകളുടെയും ഫോസിൽസ് കണ്ടെത്തിയത് ആഫ്രിക്ക. എവിടുന്നാണ്? ആഫ്രിക്ക. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ മൂന്നാളുകളുടെയും ഫോസിൽസ് കണ്ടെത്തിയത് എവിടുന്ന? ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ ആർഡിപ്പിത്തക്കസ് റാമിഡസിന്റെ എവിടുന്ന? ആഫ്രിക്കയിൽ നിന്ന്. ആസ്ട്രലോപിത്തക്കസ് അഫറൻസിന്റെ എവിടുന്ന? ആഫ്രിക്കയിൽ നിന്ന്. ഹോമോ ഹബിലിസിന്റെ എവിടുന്ന? ആഫ്രിക്കയിൽ നിന്ന്. എന്നാ ഞാൻ അടുത്തത്. അപ്പൊ അത് കഴിഞ്ഞു. നാലാമത്തെ ആളുടെ ഫോസിൽസ് കണ്ടെത്തിയത് ആഫ്രിക്ക പ്ലസ് ഏഷ്യ. നാലാമത്തെ ആളുടെ എവിടുന്നാണ്? ആഫ്രിക്ക പ്ലസ് ഏഷ്യ. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ആളത് ഏഷ്യ പ്ലസ് യൂറോപ്പ്, നോട്ട് ആഫ്രിക്ക കേട്ടോ, ആഫ്രിക്ക ഇല്ല. അപ്പൊ ആദ്യത്തെ മൂന്നും ആഫ്രിക്ക, നാലാമത്തത് ആഫ്രിക്ക പ്ലസ് ഏഷ്യ, അഞ്ചാമത്തത് ഏഷ്യ പ്ലസ് യൂറോപ്പ്. ഇനി ലാസ്റ്റത്തത് മോഡേൺ മാൻ യൂറോപ്പ് അല്ലെങ്കിൽ ഫ്രാൻസ്. ഓക്കെ, ഫ്രാൻസ് അല്ലെങ്കിൽ യൂറോപ്പ്, അതായത് ഫ്രാൻസ് യൂറോപ്പിലെ ഒരു രാജ്യമാണ്, അങ്ങനെ ഓർത്താലും മതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ മൂന്നും ആഫ്രിക്ക, നാലാമത്തത് ആഫ്രിക്ക പ്ലസ് ഏഷ്യ, അഞ്ചാമത്തത് ഏഷ്യ പ്ലസ് യൂറോപ്പ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് യൂറോപ്പ്. പിന്നെ അതിന്റെ ഓർഡർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. ഓക്കെ, സോ സംഭവം ക്ലീൻ ആൻഡ് സെറ്റ്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുണ്യവും കിട്ടും, പിന്നെ എന്താണ്, മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ സി യു സൂൺ. വീണ്ടും കാണാം. സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ സർ.